മന്മനോട്ടാ ഇതിന്റെ തല അപ്പുറം ഇപ്പുറം ഉണ്ടല്ലോ. ഹലോ, ആ മന്മഥനാണ്. നിങ്ങൾ ആറ്? ഓ, സുഗറ. ആ ആ ആ മൊയ്തു എൻ്റെ കൂട്ടുകാരൻ. ആമ 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 ആ ഓ ഓ ഓ പറയാം. ഓ ശരി. എന്താണ് ആമേ? അതായത് നമ്മുടെ മൊയ്തുല്ലേ, മൊയ്തുക്ക എന്റെ ആ മൊയ്തുക്ക. മൊയ്തുവിന്റെ ഭാര്യ സുഗറ ഈ തമിഴ്നാട്ടിലുള്ള ആരെയൊന്ന് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ട്. ആ. അപ്പൊ ആ കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും അവരുടെ അടുത്തൊന്ന് പറഞ്ഞേക്കാൻ. മന്മഥേട്ടാ, അങ്ങനത്തെ ഒരു കോൾ എനിക്കും വന്നിരുന്നു മിനിഞ്ഞാന്ന്. ഈ തമിഴിനോ? അല്ല, തമിഴല്ല, മലയാളത്തിലാ വിളിച്ചത്. ആ എനക്കും വന്നിനി കോള് ഹിന്ദിയില്. ഹിന്ദിന്നാ? ആ ഹിന്ദു മാലു നെയ് എന്നെല്ലാം പറയും, ഞാൻ പറഞ്ഞു ഒഴിവാക്കി. അപ്പൊ സുഗ്രാന്ന് അവര് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങ ഇപ്പൊ പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നത് ഇതേ സംഭവം തന്നെ, സംഭവം തന്നെ. അപ്പോഴാ ന്യൂട്ടാ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ ഇതില്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താണ്? കഴിഞ്ഞ ദിവസേ എനിക്ക് വാട്സപ്പിൽ ഒരു ലിങ്ക് വന്നായിരുന്നു. എന്തിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലിങ്ക്. നീ എന്തെന്ന കാര്യം പറയടാ, ഇത് സീരിയസ് ആയിട്ട് എന്തിന്റെ ലിങ്ക്? അത് ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് കോൾ മീ എന്നൊക്കെ പറഞ്ഞിട്ട് സുഹൃത്തറ പടം. ആ ലിങ്ക് എനിക്ക് അയച്ചു. അതല്ല ഉണ്ണി, അത് ഈ രാത്രിയൊക്കെ പെണ്ണുങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന അശ്ലീലം പറയണ. പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ പെണ്ണുങ്ങൾ പല വഴിയും തേടും. അതൊന്നും നിങ്ങൾ അങ്ങനെ ഒന്നും പറയരുത്. ഇല്ലെങ്കിൽ പിന്നെ തമിഴിനും ഹിന്ദിക്കാരനും എല്ലാവരും വിളിക്കേണ്ട കാര്യമൊന്നും നമ്മൾ. ഇവർ പുറത്തിറങ്ങില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലേ പൈസ വിളിക്കണ്ടായിരുന്നു. ഇതിപ്പോ നമ്മളെ എങ്ങനെ വിളിക്കുന്നത്? അത് ശരി, ഇന്നും കൊണ്ടാണ്ട് കളി തുടങ്ങിയില്ലേ കള്ളന്മാരെ. പിന്നെ ഉണ്ണിയെ ചീട്ടിട്. മൊയ്തു കളിക്കാനൊക്കെ വരട്ടെ. കളി കാര്യമായി മൊയ്തു. എന്തേ? നീ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചിട്ടുണ്ടോ? മേടിച്ചാലത് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കണം. അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ തലയിൽ കൊണ്ടിടരുത്. ഇവനെന്താ പറയണേ? മൊയ്തുക്ക, നിങ്ങൾ എവിടെന്നെങ്കിലും കാശ് കടം മേടിക്കുമ്പോ ഞങ്ങളുടെയൊക്കെ നമ്പർ കൊടുക്കണ എന്തിനാണെന്ന്? ആര് കൊടുത്ത് ന്യൂട്ടത്? മൊയ്തുക്ക, നിങ്ങൾ ആരോടും പടം കടം വാങ്ങിച്ചാ? പൈസ ഞാൻ കടം മേടിക്കണം നമ്മളെ സത്യശീലന്റെ അടുത്ത്. അപ്പൊ അയാൾ മേടിച്ചാൽ നീ തിരിച്ചു കൊടുക്കണം. അതൊക്കെ കംപ്ലീറ്റ് കൊടുത്താണ്. ആരാ പറഞ്ഞു കൊടുത്തില്ലാന്ന്? സത്യശീലനോട് ചോദിച്ചു നോക്ക്. അപ്പൊ സുഹറത്ത് എവിടെ നിന്നും പൈസ കടം മേടിച്ചിട്ടുണ്ടാ? സുഹർ എന്തിനോട് പൈസ കടം മേടിക്കണേ? എന്നാലേ സുഹറ ആരുടെയെന്നോ കടം മേടിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ നമ്പർ ജാമ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ 3 പേരെയും വിളിച്ചിട്ടുണ്ട്. എന്നെ ഒരു തമിഴൻ വിളിച്ചു, എന്നെ ഒരു ഹിന്ദിക്കാരൻ വിളിച്ചു. മൊയ്തുക്ക, നിങ്ങൾ എന്ത് പണിയെടുത്തത്? ഏതോ ഹിന്ദിക്കാർക്ക് എന്നെ പണയം വെച്ചത്. രാജ്യം മൊത്തം പണയത്തിരി പോരാറ്റി എന്നെ പണയത്തിരി മര്യാദക്ക് എന്നെ പണയത്തിൽ എടുക്കളയുന്നു. എന്താണ് ഹിമാർ പറയണേ? അതെ മൊയ്തു, ഇതിപ്പോ കാര്യം പ്രശ്നമുണ്ട്. എന്നെ വിളിച്ച തമിഴൻ പറഞ്ഞ എന്താ പറയുമോ, സുഹറെ നിങ്ങളായിട്ട് പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരോട് പറഞ്ഞ് കാശ് തിരിച്ചടയ്ക്കാൻ. അത് സുഹറ ഒരു ആപ്പ് വഴി ലോൺ എടുത്തിട്ടുണ്ട്. ഓൺലൈൻ ബാങ്കിങ്. ഓൺലൈൻ ലോണാ? ബെസ്റ്റ്. അത് ഇത്താത്തന്റെ മോൻ സുക്കൂർ വന്ന് പറഞ്ഞിട്ടേ അങ്ങനെ എടുത്താ. വേറെ ഇടങ്ങർ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്താണ്? കാണിച്ചു കൊടുക്കുന്നു കേട്ടോ അങ്ങോട്ട്. അല്ല പിന്നെ ഇവർക്ക് നിങ്ങളെ നമ്പറൊക്കെ എവിടെ നിന്നാ കിട്ടുന്നത് വിളിക്കാൻ? ഈ ലോൺ എടുക്കാൻ സമയത്ത് ആധാറിന്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്താ അങ്ങടെ അത് മതി അവർക്ക് ബാക്കിയുള്ളവരുടെ നമ്പറൊക്കെ എടുക്കാൻ. എന്തൊരു കഷ്ടാണ് റബ്ബേ ഇത്. കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് ആണ്. പഠിച്ചോനെ, ഇത് സൂര്യന്റെ ചിത്രമല്ലേ ഇത്? കോൾ മീ എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി വിളിക്കാന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിരിക്കുക. ഇതാരപ്പ ഇങ്ങനെ ചെയ്യണ്ടാവുക? ഇതൊക്കെ അവരുടെ പരിപാടിയാണ്. കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവർ ചെയ്തായിരിക്കും. ഇതിപ്പോ സൂര്യ അറിഞ്ഞിണ്ടാവുമോ? മൊയ്തു, മൊബൈലിലൊക്കെ ഒരു സാധനം വന്നാൽ ഇതൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കൂലേ? ഇത് കഷ്ടാണ് റബ്ബേ. അല്ല, ഇത് പോലീസിൽ അറിയിച്ചാലോ? പോലീസിലൊന്നും തൽക്കാലം അറിയിക്കണ്ട. ചുമ്മാക്കി പോലീസിലൊക്കെ അറിയിച്ച അതിലൊക്കെ നാണക്കേടാവും. ഇപ്പൊ എന്താ ചെയ്യാ? നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മെമ്പറല്ലേ മെമ്പറെ പോയി ഒന്ന് കണ്ട് ഈ വിവരം ഒന്ന് ധരിപ്പിക്കും. അതിനു മുമ്പേ നീ വീട്ടിലൊന്ന് സൂറയെ കാണും. അവൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്, അവളുടെ അവസ്ഥ എന്താണെന്ന് നോക്ക്. എന്തെന്റെ കണ്ണും മോറൊക്കെ വല്ലാണ്ടിരിക്കണേ? കിടക്കായിരുന്നു. സുര, ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ പറ്റി വല്ലാത്ത ന്യൂസുകളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്.
ആ പൈസ അടയ്ക്കാത്തതിന്റെ പേരിൽ ഓൺലൈനിന്റെ ബാങ്കുകാർ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. നമുക്ക് പോലീസിൽ പരാതിപ്പെടാം, എനിക്ക് കരയണ്ട. ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളോട് പറയാതിരിക്കായിരുന്നു. പിന്നെ എത്ര ആളിപ്പോ വിളിച്ചെന്നറിയാം. ആരൊക്കെയാ വിളിക്കാന്? ഞാൻ അവരെ പറ്റിച്ചോന്നൊക്കെ ചോദിച്ചിട്ട് ആരൊക്കെയാ മെസ്സേജ് അയക്കാണ്? മനഃപൂർവ്വമല്ലല്ലോ, ഒരൊറ്റ അടവ് തെറ്റിയനല്ലോ ഒരു കണ്ട കാര്യങ്ങളൊക്കെ കാണിക്കണേ. നിങ്ങളത് പൈസ കൊടുത്ത് ഒഴിവാക്ക്. ഇനി നാണം കിടാക്കി പറ്റൂല. ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് ഞാൻ അടയ്ക്കാം, കരയാണ്ടൊക്കെ ഈ ഇനി നാണം കിടണ്ടി വന്ന എനിക്കറിയാം എന്താ വേണ്ടത്. വേണ്ടാത്ത വർത്തമാനം പറയുന്നൊക്കെല്ലോ കേട്ടോ ഈ കരയാണ്ടൊക്കെ ചെല്ലുമ്പോ എന്തെങ്കിലും വൈകിട്ടാക്കാം. ആ മെമ്പറോ എന്താ ഈ വഴിക്ക്? അതെ, ഞാൻ സൂതൻ സാറിനെ ഒന്ന് കാണാൻ വന്നാണ്. എന്തേ? സൂതൻ സാറേ, ആ. ഒരു പ്രശ്നമുണ്ടല്ലോ. എടാ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി പരിഹരിക്കും. ഞാൻ ഇപ്പൊ SI ഒന്നല്ല, റിട്ടയർഡ് ആയി. അതെ സാറേ, സ്റ്റേഷനിൽ പറയാൻ പറ്റിയ വിഷയമല്ല. എന്താ? നമ്മുടെ മൊയ്തു ഇല്ലേ, ഏത് മൊയ്തു? മീൻ കച്ചവടം നടത്തണ മൊയ്തു. ആ ആ മൊയ്തുവിന്റെ ഭാര്യ സുഹ്റ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്ത് പ്രശ്നം? അതെന്തോ ഫോണിൽ ഓൺലൈനിൽ ആപ്പിൽ നിന്ന് എന്തോ ഇച്ചിരി പൈസ ലോൺ എടുത്ത്. എന്നിട്ട്? ആദ്യം 1-2 പ്രാവശ്യം എടുത്തത് കൃത്യമായിട്ട് തിരിച്ചടച്ച്. ആ. 3ാമത്തെ തവണ എടുത്തതിൽ ഒരടവ് മുടങ്ങിയപ്പോ ആകെ വിഷയമായൊക്കെയാണ്. അവിടെ നിന്ന് വിളിച്ചിട്ട് അവര് ഭീഷണിപ്പെടുത്തല്, അവരുടെ ബന്ധുക്കളെ മുഴുവൻ വിളിച്ച് പറയല്. ഇതിപ്പോ എങ്ങനെ ഇടപെടാനാണ്? ഇതൊക്കെ ഇന്റർനാഷണൽ ലെവലുള്ള കമ്പനികളാണ്. അവരൊന്നും ഒന്നും കാണാണ്ട് എടുത്തു ചാടില്ല, നാറ്റിച്ച് കളയും കാശ് കിട്ടാൻ വേണ്ടിട്ട്. അതല്ല, ഇപ്പൊ ഈ പെണ്ണിന്റെ തുണിയില്ലാത്ത പടം പ്രചരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു മോഡൽ ഇട്ട് കൊടുത്ത്, പിന്നെ രാത്രി വിളിച്ചോന്നും പറഞ്ഞിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ചെറുപ്പക്കാർക്ക് വന്നിട്ട് അവരും വിളിക്കാണ്. അതിനിപ്പോ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം പറഞ്ഞു? സാറൊന്ന് എന്റെ കൂടെ വാ, നമുക്കൊന്ന് ഇടപെടാം. അവിടെ ആള് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലെ നീയല്ലേ രാഷ്ട്രീയക്കാരൻ, ഇവിടുത്തെ മെമ്പർ ചെയ്യല്ലേ? അതെ. നീ പോയ ഇടട്ടാ മതി. അല്ല സാറേ, സാറ് പറയുമ്പോ ഒരു ഉദ്യോഗസ്ഥനല്ലേ, ഒരു ഗൗരവം കിട്ടുമല്ല, അതുകൊണ്ടാണ്. എന്ത് മെമ്പറാടാ നീ? അതൊന്നും എനിക്ക് ആ. ഞാൻ പോയി ഷർട്ട് ഒന്ന് മാറിയിട്ട് വേമ്പോ വെറുതെ കൊമ്പം മനുഷ്യൻ പിരിച്ചു വെച്ചിരിക്കുകയാണ്, ഒരു കാര്യത്തിന് വിളിച്ചാൽ വരൂല. ഉണ്ണിയെ ആ പന്തല് വിജയന്റെ അവിടെ പോയിട്ട് ഒരു 50 കസേര 2 ടാർപ്പയ്ക്കും പറയും. 50 കസേര വരെ മരിച്ച വീട്ടിലെ 100 വേണം. 100 വേണ്ട, 50 മതി. കൊയക്ക, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കൊരു 50 കസേര 2 ടാർപ്പയും പോരെ? അല്ല, ചടങ്ങിനൊക്കെ വേണ്ടിട്ട്. കൂട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാണല്ലോ എന്നെ വെച്ചിരിക്കൂല ഞാൻ കേട്ടോ. അല്ല, എന്നാ പിന്നെ ടാർപ്പ എടുത്തോളെ. സൂൻ സാർ വന്നിട്ടില്ലേ? എന്താണ്? ഇല്ല ഒന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കട്ടെ. ഒച്ചെടുക്കല്ലേ പരിഹാരം. സൂറ, നീ തെരഞ്ഞെടുത്തേക്കണം നിന്റെ മെമ്പറാവുന്നാണ് പേര്. തുറക്കൂട്ടിയെ സുഖം സാറേ, ആ പോസ്റ്റ്മോർട്ടം വേണ്ടി വരില്ല, ആത്മഹത്യ ആയതുകൊണ്ട്. വെളിവേട് പറയാതെ അങ്ങനെ പോയടാ. സൂറ, എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് കൊടുത്തു തീർക്കാം, സൂതൻ സാറ് തരും. അതെ, ഒന്നിപ്പോ സംഭവിച്ചിട്ടില്ലല്ലോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കുട്ടി വാതിൽ പറഞ്ഞേ. മൊയ്ത് ഇപ്പച്ചൊക്കെ കരയണ് കണ്ടില്ലേ? നീ വിഷമിപ്പിക്കല്ലേ, ഇങ്ങോട്ട് ഇറങ്ങേ. വാതില് തുറക്ക്. കുട്ടി മോളെ ഇത് ഇങ്ങനെ പോയ മന്മത എന്നെ വിളിക്കണേ, എന്തെങ്കിലും പേടിപ്പിക്കണ കറിയന്റെ മോളെ ഓർപ്പിക്കാൻ കേട്ടോ. എങ്ങോട്ടായി പോണ്? എന്റെ മോളെ വേണം സാറേ, ഞാൻ മോളെ കെടുത്തൂല. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മോളെ കിട്ടുമോ? മോളെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾക്കുണ്ടായി ഈ നാണക്കേട് മാറോ? എന്താ കുട്ടിയെ, എന്താ ഇത്? ഇതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? ഞാൻ എന്താ വേണ്ട സൂതൻ സാറേ? കുറച്ച് കായെടുത്തെന്ന് പറഞ്ഞിട്ട് ഓരെന്നെ നാണം കെടുത്തി. ഒരു ചോദിക്കുമ്പോ കൃത്യമായിട്ട് ഞങ്ങള് പൈസ അടച്ചിട്ടുണ്ട്, ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല.
നാട്ടുകാരെ മുമ്പിൽ നാണം കെട്ട് ജീവിക്കാൻ എനിക്ക് പറ്റൂല. അതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. നീ എടുത്തു ചാടി കാര്യം ഒന്നും അറിയാണ്ട കാശ് വെറുതെ കിട്ടുന്നറിഞ്ഞപ്പോ എന്തിനാ ഇറങ്ങി പുറപ്പെട്ടെ? ബുദ്ധിമുട്ടുണ്ടോ സുധേട്ടാ? എളുപ്പത്തിൽ പൈസ ഇടുന്ന കേട്ടപ്പോ ചാടി പുറപ്പെട്ട. എത്ര എടുത്താ നീ? കൊടുക്കല്ലേ 10 ലക്ഷം. 10 ലക്ഷം എന്തിന്? ഞാന് സത്യശീലിന് കൊടുക്കാൻ ഒരു 10,000 രൂപ എടുത്ത് തുടങ്ങിയതാ. അത് കൃത്യമായിട്ട് ഞാൻ അടച്ചു തീർത്തിട്ടുണ്ട്. പിന്നെ ഒരു 40,000 രൂപ പീഡിയന്റെ കാര്യത്തിന് വേണ്ടി എടുത്ത് അതും തിരിച്ചടച്ചു. അപ്പൊ വീണ്ടും ഓഫർ വന്നപ്പോ ഞങ്ങള് 1 ലക്ഷം രൂപ ഇവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് പണ്ടം മേടിക്കാൻ 1 ലക്ഷം രൂപ എടുത്തു. ആ 1 ലക്ഷം രൂപ അതിന് പിന്നെ അടയ്ക്കാൻ പറ്റില്ല. അതാണ് പോയി 10 ലക്ഷമായിട്ട്. അപ്പൊ ഈ 1 ലക്ഷത്തിനാണ് ഇപ്പൊ 10 ലക്ഷം അടക്കണം എന്ന് പറയണേ? ഓരിപ്പോ 10 ഇരട്ടി അടിച്ചില്ലെങ്കിൽ എന്നെ പറ്റി അശ്ലീല സോഷ്യൽ മീഡിയയിൽ ഇടുന്നൊക്കെ പറഞ്ഞ് എന്റെ ഫോട്ടോ അശ്ലീലാക്കി ഇടുവന്ന് എന്റെ ഫോണിലേക്ക് ഒരുപാട് അശ്ലീല മെസ്സേജ് കോരയച്ച്. കരയേണ്ട സൂറ, കരയേണ്ട. ഞങ്ങളൊക്കെ ഇതിപ്പോ അങ്ങനെ വന്നിട്ടൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ വരുമെന്ന് അവര് ഭീഷണിപ്പെടുത്തിയതല്ലേ ഉള്ളൂ. ഒരാള് നമുക്ക് വെറുതെ കാശൊന്നും എടുത്തു തരില്ലല്ലോ. നമുക്ക് തന്ന കാശ് മുതലാക്കാൻ വേണ്ടിയിട്ട് അവര് ഇതുപോലെ പല ഭീഷണികളും പെടുത്തും. നമ്മളെ കയ്യിൽ ചെന്ന് തല വെച്ചു കൊടുത്തു. അതാണ് ഇപ്പൊ പറ്റിയത്. ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് നമുക്ക് ആവശ്യമുള്ള കാശ് അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ചോദിച്ച ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോൺ നമ്പർ ഒക്കെ നമ്മളാണ്ട് കൊടുക്കും. അപ്പൊ നമ്മുടെ ഫുൾ ഡാറ്റ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അത് വെച്ച് അവര് നമ്മളെ ചൂഷണം ചെയ്യും. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എത്രയും പെട്ടെന്ന് ഇനി സൈബർ സെല്ലിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യണം. നമ്മളൊരു കാശിന്റെ ഇടപാടായിട്ട് ചെല്ലുമ്പോൾ ആ സ്ഥാപനം അംഗീകൃതമാണോ അല്ലേന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലാതെ എടുത്തു ചാടിയുണ്ടല്ലോ ഈ പാവങ്ങളെ മുതലാക്കാൻ വേണ്ടി ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട് നാട്ടിലെ. അവനോ സൂക്ഷിച്ച അവനാണ് നല്ലത്. അത്രേ പറയുള്ളൂ. പിന്നെ വന്ന് ചോദിക്കുമ്പോ ഇല്ല പറഞ്ഞാൽ നിന്നെ മുട്ടുകാരെ ഞാൻ തല്ലി ഓടിക്കും. എന്ത് നീ എവിടെയല്ല ഞാൻ തെരഞ്ഞു നോക്കി വരുമെന്ന്. എന്താ പറഞ്ഞ മനസ്സിലാവാത്ത എനിക്ക് ഇത് വെറുതെ കളയാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. വെറുതെ കളയാൻ പൈസ മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.